നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും വൈറൽ ചായയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യം പോകുന്നത് വിജയുടെ വാർത്തയിലേക്ക് തന്നെയാണ്. പക്ഷേ ജനനായകനുമായിട്ട് ഇതിൽ ബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മൾ വിജയുടെ വാർത്തയിലേക്ക് തന്നെയാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസം കാഞ്ചീപുരത്ത് വെച്ച് ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ ഓഡിറ്റോറിയത്തിൽ വെച്ച് 2000 പേർക്ക് മാത്രം പ്രവേശനം നൽകുന്ന ഒരു പരിപാടിയിൽ TVKയുടെ സമ്മേളനം നടക്കുകയുണ്ടായി. ആ സാഹചര്യത്തിൽ വിജയ് ഒരു പ്രസംഗം നടത്തി. വിജയ് പ്രസംഗം നടത്തിയത് വളരെ രൂക്ഷമായി തന്നെ DMK സർക്കാരിനെയും സ്റ്റാലിനെയും ഒക്കെ തന്നെ വിമർശിച്ചുകൊണ്ട് തന്നെയാണ്. അതിനകത്ത് യാതൊരു മാറ്റങ്ങളൊന്നുമില്ല. പണ്ടൊക്കെ വിജയൊക്കെ സ്റ്റാലിൻ്റെ പേര് പോലും പറയാതിരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് സ്റ്റാലിനെയൊക്കെ അതിരൂക്ഷമായി വിമർശിക്കുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് വിജയ് എന്ന രാഷ്ട്രീയക്കാരൻ മാറിയിട്ടുണ്ട് എന്നുള്ളതും കൂടി ഉറ്റുനോക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. മാത്രമല്ല പല വാഗ്ദാനങ്ങൾ കൂടി വിജയ് മുന്നോട്ട് വെക്കുന്നുണ്ട്. കൃത്യമായി കരിക്കൾ നീക്കിക്കൊണ്ട് വിജയ് എന്ന രാഷ്ട്രീയക്കാരൻ മുന്നോട്ട് പോകുന്ന സാഹചര്യം കൂടിയാണ് കാണുന്നത്. പക്ഷെ ഉള്ള കാര്യം പറയാലോ, വിജയ് എന്ന രാഷ്ട്രീയക്കാരൻ ഇവിടെ കുറച്ച് സിനിമാ ഡയലോഗുകളും സിനിമാ സംഭാഷണങ്ങളും ഒക്കെ വെച്ചിട്ട് അദ്ദേഹത്തെ തന്നെ ഒരു രീതിയിലേക്ക് മാറ്റുന്നുണ്ടെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. சமத்துவம் சம வாய்ப்புன்னு ரொம்ப ஸ்ட்ராங்கா சொன்ன நமக்கு கொள்கை இல்லையா? இப்படி கொள்கையை வெறும் பேச்சில மட்டுமே பேசிக்கிட்டு எல்லா கொள்கையும் அண்டர் கிரவுண்ட்ல அடக்கி வச்சுக்கிட்டு என்னமோ இவங்களுக்கு மட்டும்தான் எல்லா கொள்கையும் குத்தகைக்கு எடுத்த மாதிரி இவங்க கொள்கையே கொள்ளை தானே. நம்ம ஆட்சிக்கு வந்தா அது என்ன வந்தா வருவோம். மக்கள் கண்டிப்பா நம்மள வர வைப்பாங்க. மக்களுக்கான ஆட்சியை மக்களே விரும்பி வர வைக்கத்தானே செய்வாங்க. വിജയ് എന്ന അഭിനേതാവിനെ ഒരുപാട് പേർ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ വിജയ് എന്ന രാഷ്ട്രീയക്കാരനെ അത്രയധികം ആളുകൾ സ്നേഹിക്കുന്നില്ല, പ്രത്യേകിച്ച് മലയാളികൾക്കിടയിൽ എന്നുള്ളതും കൂടി വ്യക്തമാണ്. കമൻറ്റ് സെക്ഷനുകളിൽ നിന്നാണ്, അല്ലാതെ സർവേയിൽ നിന്നൊന്നുമല്ല. പക്ഷെ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം വിജയ് ഇന്നലെ കുറച്ച് രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും ഒക്കെ നൽകി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് എല്ലാവർക്കും വീട് വെച്ച് കൊടുക്കും എന്നുള്ളതാണ്. അതായത് എല്ലാവർക്കും വീട്, അതാണ് വിജയ് കാണുന്ന സ്വപ്നം. TVK തമിഴക വെട്രിക്കഴകം എന്ന പാർട്ടി ജനങ്ങൾക്ക് മേൽ കാണുന്ന സ്വപ്നം എന്നുള്ളതാണ് വിജയ് പറയുന്നത്. എല്ലാവർക്കും ഒരു മോട്ടോർ സൈക്കിൾ എന്നതുകൂടി വിജയ് പറയുന്നുണ്ട്. അത് മോട്ടോർ സൈക്കിളിൽ താൻ ഒതുക്കുന്നില്ല, അത് കാറാക്കി മാറ്റണം എന്നതും കൂടി തൻ്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ടും കൂടി വിജയ് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നതല്ല. തമിഴക രാഷ്ട്രീയത്തിൽ തന്നെ ഇതുപോലുള്ള വാഗ്ദാനങ്ങൾ പാലിച്ചും ജനങ്ങളുടെ വോട്ട് അതിലൂടെ സമ്പാദിക്കുകയും ചെയ്തുള്ള തമിഴ് രാഷ്ട്രീയം നമ്മുടെ മുന്നിലുള്ള ഒരു പശ്ചാത്തലത്തിൽ ഇതെല്ലാം തമിഴർക്ക് നൽകുന്ന ഒരുപാട് പാർട്ടികൾ ഉൾപ്പെടെ നമ്മൾ മുഖ്യമന്ത്രി ഉൾപ്പെടെ തലത്തിലുള്ളത് നമ്മൾ കണ്ടാണ്. ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല. അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോഴാണ് വിജയ് ഇതുപോലെ ഒരു പ്രഖ്യാപനങ്ങളുമായിട്ട് രംഗത്തെത്തുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടി എത്തുന്നത്. അങ്ങനെ ജെൻസി വിജയം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് വിജയ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്നത് എന്നതും കൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. വിജയ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ജെൻസി വോട്ടർമാർ തൻ്റെ വിജയം ഉറപ്പാക്കും എന്നതും കൂടിയാണ്. മത്സ്യത്തൊഴിലാളികൾ, നെയ്ത്തുകാർ, ഇവർക്ക് എല്ലാവർക്കും രീതിയിൽ ഇത് കൊണ്ടുവരുമെന്നും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ TVKയ്ക്ക് മുന്നിൽ ഒരു കൃത്യമായ രാഷ്ട്രീയ പ്ലാൻ ഇല്ല എന്നുള്ളത് DMKയുടെ പരാമർശത്തെയും വിജയ് എതിർക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായി. അതായത് വിജയ് പറഞ്ഞത് തങ്ങളുടെ രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്യാൻ DMK വളർന്നിട്ടില്ല എന്നുള്ളതാണ്. സമത്വമാണ് TVKയുടെ രാഷ്ട്രീയം എന്നതും കൂടി വിജയ് മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ ഇത് ആദ്യമായിട്ടാണ് ഇതുപോലുള്ള വാഗ്ദാനങ്ങൾ കൂടി TVK എന്ന പാർട്ടിയും കൂടി മുന്നോട്ട് വെക്കുന്നത് എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഓർക്കുക, DMK പോലൊരു ശക്തമായി ഇപ്പോൾ റൂളിംഗ് ആയിട്ട് നിൽക്കുന്ന തമിഴത്തിൻ്റെ ഒരു പാർട്ടി, തമിഴിൻ്റെ എല്ലാ രീതിയിലും തമിഴർ ഉറ്റുനോക്കുന്ന DMK എന്ന പാർട്ടിയെ കളത്തി വെട്ടാൻ വേണ്ടി വിജയ് എന്നൊരൊറ്റ വ്യക്തിയെ കൊണ്ട് മാത്രം നയിക്കുന്ന TVK എന്ന പാർട്ടിക്ക് സാധിക്കുമോ എന്നൊരു വലിയ ചോദ്യം കൂടിയുണ്ട്. കരൂർ ദുരന്തവുമായി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ BJPയോടൊപ്പം ലയിച്ചു TVK മുന്നോട്ട് പോയി 2026 ഇലക്ഷൻ നേരിടുമോ എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ടാണ് TVK ഒറ്റയ്ക്ക് ശക്തമായി തന്നെ നിൽക്കുമെന്നൊരു പ്രഖ്യാപനം വിജയ് വീണ്ടും നടത്തുന്നത്. അതുകൊണ്ട് വിജയ് എന്താണ് ഉദ്ദേശിക്കുന്നത്? വിജയ് എന്ന നടനെ അത് വോട്ടാക്കി മാറ്റാനുള്ള കെൽപ്പ്, ത്രാണി വിജയ്ക്ക് ഉണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ മാറുന്നത്. അതുകൊണ്ടാണ് ആ വ്യക്തി ഇപ്പോഴും തൻ്റെ സിനിമയിലെ ഡയലോഗുകളും തൻ്റെ പാട്ടുകളും ഇപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് വിജയ് എന്ന നടൻ ഇപ്പോഴും ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആ പ്രസംഗത്തിൽ ആ വാചകം പറഞ്ഞത്? ദളപതി കച്ചേരി എന്ന ഏറ്റവും ഒടുവിൽ ജനനായകൻ്റെ റിലീസായ പാട്ടിലെ ഒരു ഹുക്ക് വരിയാണ് ഈ ബ്ലാസ്റ്റ്. ആ ബ്ലാസ്റ്റ് തൻ്റെ രാഷ്ട്രീയ പ്രസംഗത്തിൽ പോലും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ വിജയ് എന്ന സിനിമാക്കാരൻ ഇപ്പോഴും തിരശ്ശീലയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല എന്നത് വസ്തുതയല്ലേ? വിജയ് എപ്പോഴൊക്കെ സിനിമാ ഡയലോഗുകൾ പറയാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ ട്രോൾ മെറ്റീരിയലുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഡയലോഗുകൾ കൂടി ഉദ്ദേശിക്കുന്നത് ഒറ്റ കാര്യമാണ്. ഇൻസ്റ്റഗ്രാം റീൽസിലും സമൂഹ മാധ്യമങ്ങളിലും താൻ ഇതുപോലുള്ള വാക്കുകൾ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ജെൻസിക്കിടയിൽ ഒരു തരംഗമുണ്ടാക്കുക, വേറൊന്നുമല്ല. അതുകൊണ്ടാണ് വിജയ് എന്ന രാഷ്ട്രീയക്കാരൻ ഇപ്പോഴും തിരശ്ശീലയിൽ നിന്ന് ഇറങ്ങി വന്നിട്ടില്ല എന്നുള്ള ചോദ്യം പ്രേക്ഷകർ ഉന്നയിക്കുന്നത്. சுரண்டிட்டாங்க, கொள்ளையடிச்சிட்டாங்க, நாசம் பண்ணிட்டாங்க,
மோசம் பண்ணிட்டாங்கன்னு இன்னும் என்ன வேணாலும் சொல்லலாம். ஆக மொத்தம் அழிச்சிட்டாங்க. മലയാളികൾ സ്വാഭാവികമായും ഉയർത്തുന്ന ചോദ്യം അത് തന്നെയാണ്. എന്തുകൊണ്ടാണ് വിജയ് ഇപ്പോഴും ഒരു രാഷ്ട്രീയക്കാരനെ പോലെ പ്രസംഗിക്കാതെ, എന്തുകൊണ്ടാണ് തമിഴക വെട്ടക്കഴകം എന്ന പാർട്ടിയെ പറ്റി സംസാരിക്കാൻ പോലും സമയമില്ലാത്ത വിജയ് വിമർശിക്കാൻ വേണ്ടി മാത്രം മുന്നോട്ട് വരികയും തൻ്റെ സിനിമാ ഡയലോഗുകൾ, സംഭാഷണങ്ങൾ അല്ലെങ്കിൽ അതുപോലെ ഉപയോഗിക്കുന്ന ഡയലക്റ്റുകൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. അവിടെയാണ് വിജയ്ക്ക് രാഷ്ട്രീയത്തിൽ ഒരു നല്ല ഇമേജ് ഇപ്പോഴും സൃഷ്ടിക്കപ്പെടാൻ മലയാളികൾക്കോ അല്ലെങ്കിൽ തമിഴർക്കോ ഇടയിൽ ഇപ്പോഴും സാധിക്കാതെ പോകുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടാകുന്നത്. കരൂർ ദുരന്തം നമുക്ക് ആർക്കും മറക്കാൻ സാധിക്കില്ല. 41 പേർ മരണപ്പെട്ട വിജയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ബ്ലാക്ക് മാർക്ക്, വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതിനു ശേഷമുള്ള ഏറ്റവും വലിയ ബ്ലാക്ക് മാർക്ക്. 2026 ഇലക്ഷൻ മുന്നിട്ട് നിൽക്കെ വിജയ്ക്ക് നേരിടാൻ പോകുന്ന ഇത്രയും വലിയൊരു തിരിച്ചടി വേറൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ ഈ സമ്മേളനം കാഞ്ചീപുരത്തെ ഈ ഒരു കോളേജ് വെച്ച് നടന്ന സമ്മേളനത്തിൽ 2000 പേരെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് കൃത്യമായ പ്രോട്ടോക്കോളുകൾ പാലിച്ചുകൊണ്ട് ആ ഒരു സമ്മേളനം നടത്തുന്ന ഒരു പശ്ചാത്തലവും കൂടി വിജയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. അതിനകത്ത് ഒരുപാട് വാഗ്ദാനങ്ങൾ തരുന്നതിനേക്കാൾ ഉപരി വിജയ് എന്ന രാഷ്ട്രീയക്കാരനെ മോൾഡ് ചെയ്തെടുക്കാനുള്ള ശ്രമങ്ങളും കൂടി നടക്കുകയാണ്. അവസാന മാസങ്ങളാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ടൂളായിട്ട് വിജയ് ഉപയോഗിക്കുന്ന ഒരു സിനിമയും കൂടിയാണ് ജനനായകൻ. ജനുവരി 9-നാണ് ആ ചിത്രം റിലീസിനെത്തുന്നത്. അതിൻ്റെ ഓഡിയോ ലോഞ്ച് നടക്കാൻ പോകുന്നത് മലേഷ്യയിലാണ്. മലേഷ്യയിലെ ഏറ്റവും വലിയൊരു സ്റ്റേഡിയത്തിലാണ് ആ ഓഡിയോ ലോഞ്ച് ഡിസംബർ 27-ാം തീയതി നടക്കുന്നത്. അവിടെ എന്താണ് വിജയ് ഉന്നം വയ്ക്കാൻ പോകുന്നത്? ഇവിടെയുള്ള TVK സമ്മേളനങ്ങളതിൻ്റെ അപ്പുറം സമ്മേളനമായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത്. ഒരു സംശയവും വേണ്ട അക്കാര്യത്തിൽ. ഇപ്പോഴും വിജയുടെ ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സൂര്യയും വിജയും നായകനായി എത്തിയ ഫ്രണ്ട്സ് എന്ന സിനിമ, ഇവിടെ ജയറാമും മുകേഷും ശ്രീനിവാസനും പ്രധാന വേഷത്തിലെത്തിയ സിദ്ദിഖ് സംവിധാനം ചെയ്ത ഫ്രണ്ട്സ് എന്ന സിനിമയുടെ റീമേക്കുമായിട്ട് അവിടെ വർഷങ്ങൾക്ക് മുമ്പ് അതിൻ്റെ റീമേക്കാണ് സൂര്യയും വിജയും കൂടി ആ സിനിമ ചെയ്തത്. ആ സിനിമയിൽ പോലും ആ സിനിമയുടെ റിലീസ് സമയത്ത് തിയേറ്ററിൻ്റെ മുന്നിൽ വെച്ച് തമിഴക വെട്രിക്കഴകത്തിൻ്റെ കൊടി പറക്കുന്നത് നമ്മൾ കണ്ടതല്ലേ. അതിനകത്ത് അവിടെ തമിഴക വെട്രിക്കഴകത്തിൻ്റെ കൊടി പാറുകയും അവിടെ വിജയ് എന്ന രാഷ്ട്രീയക്കാരനെയും ആഘോഷിക്കുന്ന തിയേറ്ററുകളിലെ ആഘോഷം നമ്മൾ കണ്ടതല്ലേ. ഇതൊരൊറ്റ കാര്യമാണ്. വിജയ് രാഷ്ട്രീയം സിനിമയിലൂടെ ഇഞ്ചക്ട് ചെയ്യുന്നുണ്ടെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ജനനായകനിൽ ഇതുവരെ കണ്ടതിനേക്കാൾ ഉപരി രാഷ്ട്രീയക്കാരനായ വിജയുടെ ഒരു 10 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന പ്രസംഗം, വിജയ്ക്ക് എന്താണ് 2026 ഇലക്ഷനിൽ മക്കളോട് പറയാനുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ, അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സിനിമയായിരിക്കും ജനനായകൻ എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. മാത്രമല്ല ഇമോഷനെ കൂടുതൽ ഇഞ്ചക്ട് ചെയ്യുന്ന പോലെ വൺ ലാസ്റ്റ് ഡാൻസ്, അവസാന ഓഡിയോ ലോഞ്ച് എന്നൊക്കെ പറഞ്ഞ് ഈ അവസാന പരിപാടി കൂടുതൽ ഇമോഷണൽ ആക്കാൻ വേണ്ടി ജനങ്ങൾക്കിടയിൽ കൊണ്ടുവരിക, ജനങ്ങളുടെ വോക്സ് പോപ്പുകൾ തിരഞ്ഞു പിടിച്ചുകൊണ്ട് ജനങ്ങളോട് സംസാരിക്കുന്ന വീഡിയോ സ്റ്റിലെടുത്ത് പുറത്ത് കിട്ടുകൊണ്ട് വിജയ് എന്ന രാഷ്ട്രീയക്കാരനും വിജയ് എന്ന നടനും എത്രമാത്രം ജനങ്ങൾക്കിടയിൽ സ്വാധീനം സൃഷ്ടിക്കുന്ന ആളാണ് എന്നതും കൂടി വീണ്ടും 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 ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇതുപോലുള്ള വീഡിയോകൾ ഇറക്കുന്നതിലൂടെ ഒരു കാര്യം വ്യക്തമാണ്. ജനമനസ്സുകളിലേക്ക് വിജയ് എന്ന പേര് ആവർത്തിച്ച് മുഴങ്ങിക്കൊണ്ടേയിരിക്കണം എന്നുള്ള രാഷ്ട്രീയക്കാരനായ വിജയുടെ ഒരു പ്രഖ്യാപനത്തിൽ നിന്നും ഒരു കാര്യം മാത്രമേ ഉള്ളൂ, 2026 എലക്ഷൻ. இதை நான் ஏதோ போற போக்கில் ஏதோ அடிச்சு விடலங்க, ஆதாரத்தோட தான் சொல்றேன். அனுமதிக்கப்பட்ட அந்த லெவலை தாண்டி 22,70,70,000 யூனிட் മണല കൊള്ളയടിച്ചിരിക്കുകയാണ്. 2026 ഇലക്ഷൻ വിജയ് വളരെ സീരിയസ് ആയിട്ടാണ് കാണുന്നത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് തൻ്റെ സിനിമാ ജീവിതം പോലും നിർത്തിക്കൊണ്ട് വിജയ് രാഷ്ട്രീയത്തിലേക്ക് മാത്രമായി ഊന്നൽ പിടിക്കുന്ന പശ്ചാത്തലത്തിൽ 2 വർഷം മുന്നേ തന്നെ തൻ്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള പ്ലാനിങ്ങുകൾ നടത്തി, അതുമായിട്ടുള്ള ബേസ്മെന്റ് ഉണ്ടാക്കി, കൃത്യമായ സമ്മേളനങ്ങൾ നടത്തി, ജനങ്ങളെ കൂട്ടുപിടിച്ച് കൃത്യമായി വോട്ട് ബാങ്കിലേക്ക് മാറ്റിയെടുക്കുക. ഇത്രയും നാളും കണ്ടുകൊണ്ടിരുന്ന ജനങ്ങളുടെ പാർട്ടി നിലപാടുകളെല്ലാം ഒറ്റയടിക്ക് മാറില്ല എന്നുള്ളത് വിജയ്ക്ക് അറിയാം. തന്നെപ്പോലെ ഇത്രയും കാലിബറുള്ള, തന്നെപ്പോലെ ഇത്രയും ജനങ്ങളെ കയ്യിലെടുക്കാൻ സാധിക്കുന്ന ഒരു നടന് പോലും അത് കൃത്യമായ ധാരണ ഉണ്ടാക്കാൻ സാധിച്ചെങ്കിൽ അത് വിജയുടെ വിജയമാണെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ വിജയ്ക്ക് വിജയിക്കണമെങ്കിൽ അതിന് ഈ പാത മതിയാകുമോ എന്നൊരു വളരെ സംശയമായി നിൽക്കുകയാണ് പ്രേക്ഷകരെ. അതുകൊണ്ടാണ് വിജയ് ഇതുപോലെ തുടരെ സമ്മേളനങ്ങൾ നടത്തുകയും ഇപ്പോൾ എല്ലാ വീടുകളും വേണം, എല്ലാവർക്കും വീട് വേണമെന്നും മോട്ടോർ ബൈക്ക് വേണമെന്നും തുടങ്ങിയ വാഗ്ദാനങ്ങൾ ഉൾപ്പെടെ വിജയ് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നത്. അതായത് ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കണമെന്നുള്ളത് വിജയ്ക്ക് കൃത്യമായിട്ടറിയാം. ആ ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് അവസാന സിനിമയായിട്ട് പോലും ജനനായകനെ പ്രഖ്യാപിക്കുന്നത്. രാഷ്ട്രീയക്കാരനായിട്ട് തുടരാനുള്ള ഒരു പശ്ചാത്തലവും ഉണ്ടാകുന്നത്. മുഖ്യമന്ത്രി സ്ഥാനം അതിൽ കുറഞ്ഞതൊന്നും വിജയ് ആഗ്രഹിക്കുന്നുമില്ല, വിജയ് സ്വപ്നം കാണുന്നതുമില്ല. അതിലേക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പയറ്റുകളും വിജയ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് തന്നെ ഇത്രയും നാളും വളർത്തി വലുതാക്കിയ സിനിമ എന്ന മീഡിയത്തിലൂടെയാണെങ്കിൽ അങ്ങനെയും അതെ,
പക്ഷേ വിജയ് തന്നെ പറയുന്ന ഒരു കാര്യം, അഴിമതി നടത്താൻ വേണ്ടിയിട്ട് ഞാൻ എന്തിനാണ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്, എനിക്കൊരൊറ്റ കാര്യമേ ഉള്ളൂ, ജനങ്ങളോടുള്ള സേവ, ജനങ്ങളെ സേവിക്കുക, ജനങ്ങളെ സംരക്ഷിക്കുക, ജനങ്ങളുടെ ഒപ്പം നിൽക്കുക എന്നുള്ള കാര്യം മാത്രമാണ് തമിഴക വെട്രിക്കഴകം മുന്നോട്ട് വെക്കുന്നതും വിജയ് മുന്നോട്ട് വെക്കുന്നതെന്ന് വിജയ് ആവർത്തിച്ച് പറയുമ്പോൾ നിന്നും ഒരു കാര്യം വ്യക്തമാണ്. ജനങ്ങൾക്ക് റീതിങ്ക് ചെയ്യാനുള്ള അവസരം വിജയ് ഇങ്ങനെ ഒരുക്കുകയാണ് ഓരോ സമ്മേളനത്തിൽ. അത് പെട്ടെന്ന് ഞൊടിയിടയിൽ ഉണ്ടാകുന്ന കാര്യമല്ല എന്നതും വിജയ്ക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു മാറ്റം പതിയെ വിജയ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഓഡിയോ ലോഞ്ച് നടക്കുന്ന മലേഷ്യയിൽ വിജയ്ക്ക് എന്തും പറയാം. തമിഴ്നാട്ടിൽ പോലുമല്ല ഓഡിയോ ലോഞ്ച് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ സംഘാടനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ സർക്കാരിൻ്റെ അനുമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേടാൻ വിജയ്ക്ക് വേണ്ട. മലേഷ്യയിൽ വെച്ച് നടത്തുമ്പോൾ വിജയ് ഫ്രീ ആണ്. വിജയ്ക്ക് അവിടെ എന്തും പറയാം, വിജയ്ക്ക് അവിടെ രാഷ്ട്രീയമായി സംസാരിക്കാം, ഇതുവരെ സംസാരിക്കാത്ത എല്ലാ രീതിയിലും വിജയ്ക്ക് സംസാരിക്കാം. ലിയോ ഓഡിയോ ലോഞ്ചിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ് രാഷ്ട്രീയക്കാരനായ വിജയ്. ഇവിടെ കാണാൻ പോകുന്നത് പൂർണ്ണമായും രാഷ്ട്രീയക്കാരനായ വിജയ് തന്നെയാണ്. അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഈ ഓഡിയോ ലോഞ്ച് നടക്കാൻ പോകുന്നത് പ്രേക്ഷകരെ വിജയ് എന്ന രാഷ്ട്രീയക്കാരൻ മാത്രമായിരിക്കും നിങ്ങളോട് സംസാരിക്കുന്നത്. കാരണം ഇതുപോലൊരു വേദി ഇനി വിജയ്ക്ക് കിട്ടില്ല. ഇത്രയും വലിയൊരു വേദി, ഒരു ഓഡിയോ ലോഞ്ച് പരിപാടി വിജയ്ക്ക് ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. അത് മാക്സിമം മുതലെടുക്കുന്ന രാഷ്ട്രീയക്കാരനായ വിജയ് ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാഗ്ദാനങ്ങളെ നിങ്ങൾ ഇത് കുറച്ചൊന്നും കാണരുത്. വരും ദിവസങ്ങളിൽ വിജയ് എന്ന വ്യക്തിയിൽ നിന്നും ഇനിയും കൂടുതൽ വാഗ്ദാനങ്ങൾ വന്ന് ജനങ്ങളെ പതിയെ TVK തമിഴക വെട്രിക്കഴകം ഈ പാർട്ടിയും ഈ പേരിലേക്കും മാത്രമായി ചുരുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും വിജയുടെ ഭാഗത്തു നിന്നും, വിജയുടെ PR ടീമിൻ്റെ ഭാഗത്തു നിന്നും, വിജയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്നും ഒക്കെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് 2026 ഇലക്ഷൻ കുറച്ച് കാണേണ്ട കാര്യമില്ല. വിജയുടെ പാർട്ടിയും വിജയിൽ നിന്നും ശക്തമായ മത്സരം ഉണ്ടാകുമെന്ന കാര്യത്തിൽ 1% പോലും സംശയം ഇവിടെ ആർക്കും വേണ്ട.